ഹലോ ഡിയേഴ്സ്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തെയാണ്. അതായത് ഞാൻ ഇസ്രായേലിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞാൻ 2017 നിർത്തിപ്പോന്നതാണ്. ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പലർക്കും ഇസ്രായേലിനെ പറ്റി അധികമൊന്നും അറിയില്ല കേട്ടോ. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ യുദ്ധം എന്നൊക്കെയാണല്ലോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. അല്ല, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇസ്രായേലിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചിന്തയൊക്കെ മാറി കേട്ടോ. അപ്പോൾ ഇനി ഒരു ചാൻസ് കൂടി കിട്ടിയാൽ തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ പോകും എന്നൊരു സംശയമില്ലാതെ ഞാൻ പറയും കേട്ടോ. ഞാൻ മാത്രമല്ല, തിരിച്ചു വന്ന എല്ലാവരും പറയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ തിരികെ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തതിൻ്റെയാണ്. ഞങ്ങൾക്ക് അവിടെ ടെലവിയിൽ മാസത്തിൽ 2 മലയാളം കുർബാനയുണ്ട്. ഫസ്റ്റ് വീക്കും ലാസ്റ്റ് വീക്കുമായിട്ട്. സിറോ മലബാർ കുർബാനയുണ്ട്, ലാറ്റിൻ കുർബാനയുണ്ട്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും സാഹചര്യം കിട്ടിയെന്ന് വരികയില്ല. സാഹചര്യം ലീവ് അനുസരിച്ച് പള്ളിയിൽ പോയി കുർബാന കൂടാറൊക്കെയുണ്ട്. അപ്പം എനിക്ക് ലഭിച്ചൊരു വലിയൊരു ഭാഗ്യമാണ് അവിടെ കൊയറിൽ അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അതുപോലെ 3 വർഷം അടുപ്പിച്ച് ബെത്ലഹേമിലെ ക്രിസ്മസിലെ കുർബാനയിലും കൊയറിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ കാൽവരിയിൽ വെള്ളിയാഴ്ചയിലുള്ള ബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു പ്രത്യേക ഒരനുഗ്രഹമാണല്ലോ. അപ്പം ഇതിപ്പം ഞാൻ നിർത്തിപ്പോരുന്നതിന് തൊട്ട് മുമ്പത്തെ കുർബാനയിലുള്ളതാണ് കേട്ടോ. അന്ന് എനിക്ക് ഒരു സോളോ പാടാനുള്ള അവസരം കിട്ടി. ഞാൻ വലിയ പാട്ടുകാരി ഒന്നുമല്ല കേട്ടോ. പക്ഷെ എന്നാലും സാധാരണ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ തിരിച്ചു പോരുമ്പം ഒക്കെ അങ്ങനെ ഒരു അവസരം കിട്ടാറുണ്ട്. അപ്പം ഞാൻ ശരിക്കും പേടിച്ചൊക്കെയാണ് പാടിയത് കേട്ടോ. കാരണം കരോക്കെയൊക്കെ ഇട്ട് പാടാനുള്ള അത്ര വശമൊന്നും ഇല്ല എനിക്ക്. പിന്നെ അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, അന്ന് കുർബാന മധ്യേ അച്ഛൻ എനിക്ക് പ്രാർത്ഥനാശംസകളോടെ യാത്ര നൽകി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണം. അതുപോലെ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ
പങ്കെടുത്തിരുന്ന ജെസ്സി പീറ്റർ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ടും സജീവമായിട്ടും ഈ ഗാന ശുശ്രൂഷയിൽ പങ്കുചേർന്ന ആളാണ് ജെസ്സി പീറ്റർ. ഈ അവസരത്തിൽ ഇന്ത്യൻ ചാപ്പൽസിയുടെ പേരിൽ ജെസ്സി പീറ്ററിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ജെസ്സി പീറ്ററിന് വേണ്ടിയും ജെസ്സി പീറ്ററിൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇന്നത്തെ തിരുനാൾ